15 വയസ്സായതും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 11 വയസ്സ് ആ ഒരു ഏജ് ആയിരിക്കും അല്ലേ. പിന്നെ അതുപോലെ വേറൊരു കുട്ടിയും കൂടി, അതിന് എത്ര ഏജ് എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ അവരൊക്കെ ആത്മഹത്യ ചെയ്തതായിട്ട് ഞാൻ ന്യൂസ് കണ്ടു. ആ പ്രായത്തിലൊക്കെ ഉള്ള മക്കൾ ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറയുമ്പം അവരുടെയൊക്കെ ബുദ്ധി എത്രത്തോളമാണപ്പോൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെയൊക്കെ പ്രായത്തിൽ, അതായത് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഈ ആത്മഹത്യ എന്താ, അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും നമുക്കറിയില്ല. നമുക്ക് കളിക്കണം, മണ്ണപ്പം ചുട്ട് കളിക്കണം, അങ്ങനെ ഒരുപാട് കളികളെ കുറിച്ച് നമുക്കൊരുപാട് അറിവുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിട്ട് വന്നാൽ നേരെ പാടത്തൂടെ ഓടിപ്പോയി കളിച്ചിട്ടും അവിടുന്ന് പല എന്താ പറയുക, അങ്ങനെയായിരുന്നു നമ്മളുടെയൊക്കെ ചെറുപ്പകാലം. ആ ചെറുപ്പകാലത്തിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, സുഖമുള്ളൊരു കാലമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ, ഏതൊരു കുട്ടികളുടെ കയ്യിൽ എടുത്ത് നോക്കിയാലും ആകെ കാണുന്നൊരു സാധനമാണ് മൊബൈൽ. കുട്ടികൾ മാക്സിമം മൊബൈലിനോട് അഡിക്റ്റ് ആവുന്നത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത് ഏതൊരു കുട്ടിയുടെയും പരാജയത്തിൻ്റെ മെയിൻ കാരണം മൊബൈലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എല്ലാ കുട്ടികളെയും പറയുന്ന പോലെ എൻ്റെ മക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളവരെ അടിച്ചേൽപ്പിക്കുമെന്നല്ല, അവരോട് എന്താ പറയുക, ഒരുപാട് അതിനെപ്പറ്റി ഇതാക്കി കഴിഞ്ഞാൽ നമ്മളെ നേരെ അവർ തിരിയും. അത് സ്വാഭാവികമാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ നേച്ചർ അങ്ങനെയാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് ആയതിനു ശേഷം അതിൽ നിന്നും ഓരോന്ന് കാണുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്നില്ലാത്ത സംഗതികളൊന്നുമില്ല, എല്ലാം അതിൽ നിന്ന് അവർ പഠിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ആ കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ച് കണ്ടിട്ട് പറഞ്ഞു വന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ മക്കളൊക്കെ ഇതിലൂടെയാണ് ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയ, യൂട്യൂബ് വഴിയൊക്കെ, ഫേസ്ബുക്ക് നമ്മൾ കാണാതെ അവർ പല ആപ്പും നോക്കുന്നുണ്ട്, എടുത്ത് സെർച്ച് ചെയ്യുന്നുണ്ട്, അതിലൂടെ പലതും കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടും ഇതായിട്ടൊക്കെയാണ് അവർ എന്താ പറയുക, അവർ നമ്മുടേതല്ലാത്തൊരു ലോകത്തിൽ നിന്ന് അവരുടേതല്ലാത്ത ലോകത്തിലേക്കായിട്ട്, അവരുടേതല്ലാത്ത ലോകത്തിലൂടെ അല്ലാതെ തന്നെ അവർ പോകുന്നത്. കാരണം അവർക്കറിയാം ഇന്നത്തെ കാലത്ത് എന്താ പറയുക, മൊബൈലാണ് എല്ലാം എന്നാണ് അവരുടെ ഒരു ധാരണ. പക്ഷേ അത് പച്ചയായ തെറ്റായ ധാരണയാണ്. നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കണം. നമ്മുടെ മക്കൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ വിധത്തിലൂടെയാണ്, എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ഓരോ പാരൻസിനും അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ മക്കളുടെയൊക്കെ പാരൻസ് അവരെയൊക്കെ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാക്കരം വളർത്തിയിട്ടുണ്ടാവുക. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആത്മഹത്യ അല്ലെങ്കിൽ ഒരു മുഴം കയറിൽ തൂങ്ങുന്നത്. എന്തിനാണ്, എന്തറിഞ്ഞിട്ടാണ്, എന്തുകൊണ്ടാണ്, ഒന്നും അറിയാത്തൊരു പ്രായം. ആ പ്രായത്തിലൂടെയൊക്കെ ഈ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റണില്ല. എനിക്ക് 3 മക്കളാണ്. എൻ്റെ 3 മക്കളും 3 മക്കളെന്ന് പറയാൻ പറ്റില്ല, ചെറുത് മോളാണ്. മൂത്ത 2 ആൺപിള്ളേരും ഇതേപോലെ ഫോൺ തന്നെയാണ് 24 hours. മൂത്ത മോൻ അങ്ങനെയാണ്, എപ്പോഴും ഫോണ്. പക്ഷെ അവർ പെസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിലൂടെയാണ് അവരുടെ ഫോണ് കൊണ്ടുപോകുന്നത്. എന്തായാലും നമ്മളെ മക്കളെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഫോണിനോടുള്ള അഡിഷൻ കുറച്ച് കൊണ്ടുവരണം. ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. പല കാരണങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും, പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മളെയും കൊണ്ട് താങ്ങാൻ പറ്റണം. കാരണം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ, ആത്മഹത്യ ചെയ്താൽ അത് ചെയ്തു, അത് കഴിഞ്ഞു, അതോടുകൂടി നമ്മുടെ ജീവിതവും തീർന്നു. പിന്നെ നമുക്ക് ജീവിതം എന്ന് പറയണതില്ല. ഓരോരുത്തർ പറയും അടുത്ത ജന്മം എന്നൊക്കെ പറയും. അതൊന്നും ഇല്ലടോ, അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളായിട്ട് തന്നെ ജനിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ ജനിക്കുക. എന്തായാലും ആത്മഹത്യ ചെയ്യാതിരിക്കുക. നമ്മളെ മക്കളെ നന്നായിട്ട് നോക്കുക. അവരൊരുപാട് സ്നേഹിക്കും വേണ്ട, ഒരുപാട് കെയർ ചെയ്യും വേണ്ട. പക്ഷെ അവരുടേതായിട്ടുള്ള വഴിയിലൂടെ വിടുക. മൊബൈൽ കൊടുക്കാതിരിക്കുക, അത്യാവശ്യം കൊടുക്കുക. അവർ മൊബൈലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മളെ മക്കളെ നമുക്കൊരു ഇതാക്കാൻ പറ്റും. ഒരുപാട് കെയർ ചെയ്യുമ്പോൾ അവർക്ക് ആ കെയറിങ് പോലും അവർക്കൊരു ബാധ്യതയായി തോന്നും. അതുകൊണ്ട് പാകത്തിനായിട്ട് കെയർ ചെയ്യുക, മക്കളെ പാകത്തിന് സ്നേഹിക്കുക. ഒരുപാട് സ്നേഹിച്ചാലും അവർക്കതൊരു വീർപ്പുമുട്ടലായി മാറും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.